ഹായ് ഓൾ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ആരെടുത്തേലും തുറന്നു പറയാറുണ്ടോ? അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാ രഹസ്യങ്ങളും സങ്കടമോ സന്തോഷമോ ഓർമ്മകളോ ദുഃഖമോ എന്താണെങ്കിലും തുറന്നു പറയാൻ കഴിയുന്ന ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണത്? അതാണ് ജേണലിംഗ്. ജേണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, അത് സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ അഭിമാന നിമിഷങ്ങളായിക്കോട്ടെ പല പല എന്താ പറയുക നമ്മുടെ സ്വീറ്റ് മെമ്മറീസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് രൂപേണയുള്ളൊരു കാര്യമാണ് ജേണലിംഗ് എന്നത്. നമ്മൾ പണ്ട് ഡയറി ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ, അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് ജേണലിംഗ്. വിജയിച്ച പല ആളുകളും ഈ ഒരു ജേണലിങ്ങിനെ പിന്തുടരുന്നതായിട്ട് നമ്മൾ പല കാര്യങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമുക്കൊരു ദിവസം നമ്മൾ ഒരുപാട് സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകളിലൂടെയും അഭിമാന നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും നമുക്ക് തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു ഡയറി രൂപേണുള്ളൊരു ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നതാണ് ജേണലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും. അതായത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ പേടി, അതുപോലുള്ള നമ്മുടെ ദേഷ്യം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു അവബോധം നമ്മൾക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ജേണലിംഗ് നമുക്ക് ഉപകാരത്തിൽപ്പെടും. അതായത് നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മളുടെ ഒരു ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് വളരെ കുറവാണ് അല്ലേ. നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സാധാരണ വ്യക്തിക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണല്ലേ, നമ്മൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരെ, കുറച്ച് നാൾ ജീവിച്ച് നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ വിജയിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ടല്ലേ. അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ലൈഫിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നും അല്ലേ, നമ്മളോട് തന്നെ ഒരു പ്രൗഡ് തോന്നും അല്ലേ, ഞാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തത് അടിപൊളിയായിരുന്നു. ചില സമയത്ത് നമുക്ക് തോന്നും അല്ലേ, ഇതിങ്ങനെ വേണ്ടായിരുന്നു, നമ്മൾ മറ്റേ ഒരു രീതി ചെയ്യുമായിരുന്നെങ്കിൽ അടിപൊളിയായേനെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആവാമായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്നല്ലേ നമ്മളോട് തന്നെ പറയുന്ന രീതിയിൽ നീ അടിപൊളിയാണല്ലേ ജാസ്മിൻ, ഇന്ന് നിന്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് നിന്നോട് തന്നെ അഭിമാനം തോന്നി, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി. അത്തരത്തിൽ മനസ്സ് തുറന്നെഴുതുന്നതാണ് ജേണലിംഗ്. ഒരിക്കലും ഡയറി നമുക്ക് എഴുതാൻ അങ്ങനെ സാധിക്കില്ല. അപ്പം അത്തരത്തിൽ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അങ്ങനെ എഴുതാൻ പറ്റുകയും അത് ഒക്കെ നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് ടിപ്പായിട്ട് ഞാൻ ഇനിയും വരും. താങ്ക് യു ഓൾ.